റിയൽ സ്റ്റോറി ന്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അലീനയുടെ അപ്കമിംഗ് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:45 കൂടി നമ്മൾ അലീനയുടെ അപ്കമിംഗ് വിശേഷം അഥവാ വരാനിരിക്കുന്ന കഥ ഇടുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ, ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ഇന്നലെ പറഞ്ഞതിന്റെ ബാലൻസ് കഥയാണ്. അങ്ങനെ കടപ്പാട്ടൂർ എത്തിയ നമ്മുടെ അലീന കാര്യങ്ങളെല്ലാം പഴയ രീതിയിൽ തന്നെ മാറ്റിയെടുത്തിരിക്കുകയാണ്. ബബിതയെയും രോഹിത്തിനെയും കൃഷ്ണമോളെയും ബാലചന്ദ്രനെയും അതുപോലെ നോക്കി പരിപാലിച്ചു പൊക്കോണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നീ തിരിച്ച് കുളത്തുപുഴയ്ക്ക് വരണമെന്നും പറഞ്ഞ് ഫോണും ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. നമ്മുടെ ബബിതയ്ക്ക് ഈ കണ്ടീഷൻ ആയതുകൊണ്ട്, അതായത് ബബിത ആത്മഹത്യക്ക് ശ്രമിച്ചു. ബബിതയ്ക്ക് ഒരു ചെറിയൊരു അഫെയർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു തെറ്റിദ്ധാരണ മൂലം നമ്മുടെ ബബിത ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. അങ്ങനെ ബബിതയെ പറഞ്ഞ് മനസ്സിലാക്കാനും ബബിതയ്ക്ക് ഒരു നേർവഴി കാണിക്കാനും ഒക്കെയാണ് അലീന വന്ന് നിൽക്കുന്നത്. അത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് വൈജ് നേരെ പോവുകയാണ് ചെയ്തത് കൈതക്കലേക്ക്. കൈതക്കൽ പോവുക മാത്രമല്ല, ഇനി തനിക്ക് ഈ ബന്ധം വേണ്ട എന്നും ഇനി ഡിവോഴ്സിന് പോയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ ഡിവോഴ്സിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പൊ അതൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കഥ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഡിവോഴ്സ് കൊടുക്കാനായിട്ട് വക്കീലിന്റെ അടുത്തേക്ക് വൈജ ചെല്ലുകയും അവിടെ ചെന്ന് വൈജ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ വൈജയോട് വക്കീല് പറയുന്നുണ്ട്, നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ബന്ധം വേണ്ടാത്തത് തന്നെയാണല്ലോ അല്ലേ? ചിലപ്പോൾ അവരിനി കൗൺസിലിങ്ങിനൊക്കെ വിടും. അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒത്തുപോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വെറുതെ ആയി പോവില്ലേ ഇതൊക്കെ? അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ബന്ധം വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വൈജ വക്കീലിനോട് ചോദിക്കുകയാണ്. അപ്പൊ ഒരു ലേഡിയാണ് കേട്ടോ. അപ്പൊ ആ വക്കീലിനോട് ചോദിക്കുകയാണ്, അതെ, മേഡത്തിന്റെ വീട്ടില് മേഡത്തിന്റെ ഹസ്ബൻഡ് ഒരു സെർവന്റ് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന്, ഒരു ബന്ധവുമില്ലാത്ത ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് കഴിഞ്ഞാൽ അത് മേഡത്തിന് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഒരു പെണ്ണിനും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവ് എന്നെ ചതിച്ച് എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതാണ് ഒരു തവണ. വീണ്ടും വീണ്ടും അവളുമായുള്ള ബന്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് എൻ്റെ ഭർത്താവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ ഒത്തിരി പ്രയാസമുണ്ട്. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല. എൻ്റെ മക്കൾ പറക്കമുറ്റാത്ത മക്കളൊന്നുമല്ല. അവർക്കൊക്കെ പ്രായപൂർത്തിയാകാറായതാണ്. പ്രായപൂർത്തിയായ മക്കളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം ഓർത്ത് എനിക്ക് ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് പറ്റില്ല. ഞാൻ ഈ ഒരു ബന്ധം വേണ്ടാന്ന് തന്നെ വെക്കാൻ തീരുമാനിച്ചത് തന്നെയാണ്. വൈജയ്ക്ക് ഒരു തീരുമാനമേ ഉള്ളൂ മേഡം എന്ന് പറയുന്നു. എങ്കിലും ഓക്കെ, ഞാൻ ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പം വക്കീൽ നോട്ടീസ് അയക്കണം തൻ്റെ ഭർത്താവിന്റെ അഡ്രസ്സ് തരൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രന്റെ അഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്താണെങ്കിലോ നമ്മുടെ ബാലചന്ദ്രൻ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. വൈജ പോയി വക്കീലിനെ കണ്ടെന്നും വക്കീൽ നോട്ടീസ് കൊടുക്കാൻ പോവാണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മുടെ ശിവശങ്കരമേനോന് കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇതിവിടെ ഒന്നും നിൽക്കുന്ന കേസല്ല. ഇനി വൈജ കേസുമായിട്ട് മുന്നോട്ടേക്ക് പോയാൽ ഇവരുടെ ജീവിതം തകർന്ന് തരിപ്പണമാകും എന്ന് മനസ്സിലായ ശിവശങ്കര മേനോൻ നേരെ ബാലചന്ദ്രൻ മേനോനെ കാണാനായിട്ട് ചെല്ലുകയാണ് കടപ്പാട്ടൂരിലേക്ക്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ശിവനൊന്നും ഇപ്പൊ അങ്ങോട്ടേക്ക് വരാറില്ല. അതുകൊണ്ട് ശിവനെ കണ്ടതും ബാലചന്ദ്ര മേനോന്, ഇതാര് ശിവേട്ടനോ, എത്ര നാളായി ഈ വഴിയൊക്കെ വന്നിട്ട്, കേറി വാ എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് വിളിച്ച് കയറ്റിയിരുത്തുകയാണ്. അങ്ങനെ ബാലനോട് ശിവശങ്കര മേനോൻ ചോദിക്കുന്നുണ്ട്, ബാല, എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നിന്നോട് ഒരു തവണ പറഞ്ഞതല്ലേ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. അതിന്റെ പേരിലല്ലേ നിങ്ങളുടെ കുടുംബം ഇത്രയും തകർന്ന് തരിപ്പണമായി പോയത് ബാല. വീണ്ടും അലീനെ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നിന്റെ മക്കൾക്ക് അവളില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ അവളെ കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് മക്കളെ അവളെ കൊണ്ടുപോയി കാണിച്ചാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്തത്? അതിപ്പോ വലിയൊരു എന്താ പറയാ, ഒരു കുടുംബ പ്രശ്നത്തിലേക്ക് വീണ്ടും ഇത് ചെന്ന് അകപ്പെട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് അലീനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ നോക്ക്. അവളെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കല്ലേ ബാലചന്ദ്ര നീ കൊണ്ടാക്കിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഇത് പറയാനാണോ വണ്ടി വിളിച്ച് ഇങ്ങോട്ടേക്ക് കടപ്പാട്ടൂരിലേക്ക് വന്നതെങ്കിലേ വെറുതെയാ. ഞാനൊരു കാര്യം പറയട്ടെ, അലീന എൻ്റെ മോളാ, എൻ്റെ മക്കളെ പോലെ ഞാൻ അവളെ കാണുന്നത്. അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാൻ പോകാം. 2 ദിവസമല്ല, 1 മാസമല്ല, 1 വർഷം നിൽക്കണമെങ്കിലും അവളെ ഞാൻ ഇവിടെ നിർത്തും. അതിന് ആരൊക്കെ എതിർത്താലും എനിക്കൊരു ചുക്കുമില്ല, എനിക്കൊരു ചുണ്ണാമ്പുമില്ല എന്ന്. ഇത് കേട്ടത് ശിവശങ്കര മേനോൻ പറഞ്ഞു, കന്നന്തിരിവാണ് ബാലചന്ദ്ര നീ കാണിക്കുന്നത്. നിന്റെ മക്കൾക്ക് കൊടുക്കാനുള്ള സ്നേഹം നീ നിന്റെ മക്കൾക്ക് കൊടുക്ക്. നീ എന്തിനാണ് അലീനയ്ക്ക് വേണ്ടി നിന്റെ മക്കളുടെ ജീവിതവും നിന്റെ ഭാര്യയുടെ ജീവിതവും തകർത്ത് കളയുന്നത്? ഇത് വെറും കന്നന്തിരിവല്ലേ? ആദ്യമൊക്കെ അവൾ ഒരു അനാഥ ആയതുകൊണ്ടാണ് നീ അവളെ കയറ്റി സ്വീകരിച്ചത്. നീ ഈ വീട്ടിൽ അവൾക്കൊരു സ്ഥാനം കൊടുത്തത്, അല്ലെങ്കിൽ ഒരു ഇടം കൊടുത്തത് എന്ന് പറയാം. പക്ഷെ ഇപ്പൊ അവള് അനാഥയല്ല, അവൾക്കൊരു പപ്പായുണ്ട്. ആ പപ്പായുടെ കൂടെയാണല്ലോ അവൾ ജീവിക്കുന്നത്. പിന്നെ എന്തിനാണ് വീണ്ടും ഇങ്ങനെ ഒരു വിളിച്ചുകൊണ്ട് വരവിലും ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ആക്കി മാറ്റുന്നത്? വെറുതെ എന്തിനാണ്? എൻ്റെ പെങ്ങളൊരു തെറ്റ് ചെയ്തു. വിവാഹത്തിന് മുമ്പ്
തെറ്റുകൾ ചെയ്ത ഒരുപാട് സ്ത്രീകളുണ്ട്. അവരൊക്കെ വിവാഹം കഴിച്ച് ഇപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നാണമില്ലേ? പെങ്ങടെ അവിഹിത ബന്ധത്തിന് കൂട്ടുപിടിച്ച് പെങ്ങടെ ഭർത്താവിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഉളുപ്പില്ലാതെ സംസാരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ, മ്ലേച്ഛമില്ലേ എന്ന് ചോദിച്ചതും ശിവശങ്കര മേനോന് ഉത്തരം മുട്ടിപ്പോയി കേട്ടോ. ശിവശങ്കര മേനോൻ പറഞ്ഞു, ബാല, ഞാൻ മര്യാദയ്ക്കാണ് നിന്നോട് സംസാരിക്കുന്നത്. ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് നിന്നോട് പറയുന്നത്. വേണ്ട, നീ ഒരു കാര്യം ചെയ്യ, അലീനെ അങ്ങ് പറഞ്ഞു വിട്. അവിടെ തീരില്ലേ ഈ പ്രശ്നം? അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പ്രശ്നം ഉണ്ടാക്കി മക്കളുടെ ജീവിതവും എന്തിനാ വെറുതെ തൊലച്ചു കളയുന്നത്? ആര് പറഞ്ഞു ശിവേട്ട മക്കളുടെ ജീവിതം തൊലച്ചു കളയുകയാണെന്ന്? എന്റെ മക്കൾക്ക് അലീന ഉള്ളതാണ് നല്ലത്. അലീന ഇല്ലാത്തതിന്റെ ആണ്. എന്റെ മോള് ഇപ്പൊ കണ്ടില്ലേ, അവളുടെ അവസ്ഥ ഇപ്പൊ കണ്ടില്ലേ? അത് അലീന ഇല്ലാത്തതിന്റെയാണ്. അവൾക്കൊരു നല്ല അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കൂട്ടുകാരിയായ അമ്മയായിരുന്നു ഉള്ളതെങ്കിൽ ഒരുപക്ഷെ എൻ്റെ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു ഇത് വരത്തില്ലായിരുന്നു. എൻ്റെ കുട്ടിയെ നോക്കാനും പരിചരിക്കാനും ഒന്നും അല്ലല്ലോ. അവൾക്ക് അവളുടെ വാശിയും വൈരാഗ്യവും അവളുടെ അഹങ്കാരവും ഒക്കെ അല്ലേ ഏറ്റവും വലുത്. അവള് നടക്കട്ടെ. അവൾക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം, പറഞ്ഞല്ലോ. അവൾ ഏതറ്റം വരെ വേണമെങ്കിലും പോവുകയാണെങ്കിൽ പോട്ടെ. പക്ഷേ കോടതിയിൽ ഞാൻ എല്ലാം വിളിച്ചു പറയും. അല്ലെങ്കിൽ ഞാൻ എല്ലാം ദഹിച്ചു കിടക്കുന്നതെല്ലാം ഞാൻ വൈജയനെ കൊണ്ട് ഞാൻ ഛർദ്ദിപ്പിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും, എന്താ നീ ഭീഷണിപ്പെടുത്തുവാണോ ബാലാന്ന് ചോദിച്ചപ്പം, ഇത് ഭീഷണിയായിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയും. കാരണം ഈ ബാലചന്ദ്രന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് കോടതിക്ക് മാത്രമല്ല, ഈ ലോകം മുഴുവൻ വിളിച്ചെനിക്ക് പറയണം. ബാലചന്ദ്രൻ എന്തിനാണ് അലീനയെ ചുമന്നത് എന്നും ബാലചന്ദ്രനെ 10-23 വർഷം മുമ്പ് ചതിച്ചത് ആരാണെന്നുമെല്ലാം എനിക്ക് ഈ സമൂഹത്തിനോട്, ഈ ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റിയൊരിടം കോടതി തന്നെയാണ്. നിങ്ങളുടെ പെങ്ങൾ കോടതിയിൽ കേസുമായി പോയിട്ടുണ്ട് എങ്കിൽ അത് പോട്ടെ, നമുക്ക് നിയമത്തിന്റെ വഴിക്ക് തന്നെ വിട്ടുകൊടുക്കാം ശിവേട്ട എന്ന് പറയുമ്പോഴത്തേക്കും ശിവൻ വീണ്ടും പറഞ്ഞു, ബാല, നീ ഇതിന് അനുഭവിക്കും, ഒരുപാട് അനുഭവിക്കും. നീയെ നിന്റെ മക്കളുടെ അമ്മേനെയാ കണ്ണീര് കുടിപ്പിക്കാൻ നോക്കുന്നത്. കഴിഞ്ഞു പോയ കാലമൊക്കെ മറന്ന് വിവാഹ ജീവിതം സന്തോഷവും ആനന്ദകരവും ആക്കേണ്ട നമ്മളൊക്കെ അത് പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നെടുത്ത് ആ വിവാഹ ജീവിതത്തിൽ കല്ലുകടി ഉണ്ടാക്കുന്നത് അത്രയ്ക്കും നല്ല ഏർപ്പാടല്ല ബാല. നീ അതാദ്യം മനസ്സിലാക്ക്. പറഞ്ഞല്ലോ അലീന സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. പിന്നെ എന്തിനാണ് അവളെ കൂട്ടിക്കൊണ്ട് വന്നത്? അവളോട് ഞാൻ സംസാരിക്കണോ? ഞാൻ വേണമെങ്കിൽ സംസാരിച്ച് അവളെ പറഞ്ഞു വിടാന്ന് പറയുമ്പോൾ അലീനയോട് ആരും മിണ്ടിപ്പോകരുത്. അവള് 2 ദിവസമായി ഇവിടെ നിൽക്കാൻ വന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ അവളെ ഇവിടെ 2 മാസം നിർത്തും. ദേ, നിങ്ങളുടെ പെങ്ങളോട് എല്ലാം തുറന്നു പറയാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു ഞാന്. കാരണം എന്താണെന്നറിയാമോ? നാളെ ഒരു ദിവസം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ വായിൽ നിന്ന് അത് അവൾക്കറിയാൻ പറ്റാണ്ട് വരില്ലോ. അതുപോലെ തന്നെ അവള് ഞാനിത് പറയുമ്പോൾ ഞെളിവിരി കൊള്ളുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, എനിക്ക് കിട്ടുന്ന സുഖം, അതെനിക്ക് ആസ്വദിക്കുക തന്നെ വേണം. 10-24 വർഷം എന്നെ പറ്റിച്ച്, എന്നെ ചതിച്ച് ജീവിച്ച് അവള് പിരിമുറുക്കം കൊണ്ട് പിരിഞ്ഞു മുറുകുന്നത് എനിക്ക് കാണണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശിവൻ പറയുക, ഞാൻ കാല് പിടിച്ചു പറയുക, ബാല, നീ ഒരു കാര്യം ചെയ്യണം. നീ അലീനയെ പറഞ്ഞു വിടണം. എന്നിട്ട് വൈജി നീ ഇങ്ങോട്ട് വിളിക്കണം. അവൾ ഇവിടെ വന്ന് താമസിക്കട്ടെ. പിന്നെ ഡിവോഴ്സിനും അതിനും ഇതിനും പോവില്ല. ഇത് നാണക്കേടാവില്ലേ? കോടതിയിൽ എന്തൊക്കെ വിളിച്ചു പറയും? നീ ഒന്ന് ഓർത്തേ, നിന്റെ മാനം പോവില്ലേ? നിന്റെ മക്കളുടെ മാനം പോവില്ലേ? അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവിഹിത ബന്ധത്തിൽ ഒരു കുഞ്ഞു പിറന്നു എന്നൊക്കെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ മക്കളുടെ ജീവിതം അല്ലെങ്കിൽ മക്കളുടെ മാനം പോവില്ലേ? നീ എന്താണ് ബാലചന്ദ്ര? നീ ഒന്നും അറിയാത്തതുപോലെ നീ ഇങ്ങനെ നീ തുടങ്ങരുത് ബാലചന്ദ്ര എന്ന് പറയുമ്പോഴത്തേക്കും ശിവേട്ടന് പറയാനുള്ളത് പറഞ്ഞു തീർന്നെങ്കിൽ ശിവേട്ടൻ ഇപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാം. ചിലപ്പം കുറച്ചും കൂടെ കഴിഞ്ഞെങ്കിൽ ഇറക്കി വിട്ടു എന്ന പേര്, അളിയൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുള്ളൊരു പേര് ചിലപ്പം എൻ്റെ അളിയൻ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇറങ്ങി പോകാന്ന് പറഞ്ഞു. ശിവൻ അവിടെ നിന്ന് തോറ്റു തുന്നം പാടി ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. നമ്മുടെ അലീന ഇതെല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അലീനയുടെ മനസ്സിൽ വീണ്ടും വേദന കൂടി വരികയാണ്. താൻ ഇവിടെ വന്നത് മോശമായി പോയോ? താൻ ഇവിടെ വന്നത് പ്രശ്നമായി പോയോ? വരണ്ടായിരുന്നോ എന്നൊക്കെ ഒരു ചിന്ത വരുന്നുണ്ട് കേട്ടോ അലീനയുടെ മനസ്സിൽ. പക്ഷേ ബബിതയ്ക്ക് അപ്പോഴൊരു റിക്കവർ വേണമെങ്കിൽ അലീന അവിടെ വന്നേ പറ്റൂ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ സഹോദരിയാണ്. അവളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ അലീനയുടെ ഒരു അവകാശവും അലീനയുടെ ഒരു കടമയും ഒക്കെയാണ്. അപ്പൊ അലീന അതുകൊണ്ട് തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ബബിതയെ തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ് എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. വീണ്ടും അവളെ സങ്കടത്തിലേക്ക് തള്ളിവിടാനോ അല്ലെങ്കിൽ അവളെ ആർക്കും പിച്ചി ചീന്തി വലിച്ചെറിയാൻ കൊടുക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുറച്ച് ദിവസവും കൂടി നീ പിടിച്ചു നിൽക്കും എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ അലീന നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന ബാലചന്ദ്രനോട് ചോദിക്കുകയാണ്, അതെ, ഞാൻ ഒത്തിരി നാളായില്ലേ ശരണേനെ കണ്ടിട്ട്, ഞാൻ ശരണേനെ ഒന്ന് കാണാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ബാലൻ ചോദിച്ചു, ഓ,
വന്നതേ നീ തെണ്ടാൻ തുടങ്ങിയോ, ഊരുതെണ്ടാൻ തുടങ്ങിയോ? ഏയ് ഇത് ഊരുതെണ്ടലൊന്നും ആയിട്ട് കാണരുത് അച്ഛാ. അവളെ പോയി കാണണം. അവൾ എന്നെ ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. ഞാനില്ലാത്തതിൻ്റെ ഒത്തിരി സങ്കടം അവൾക്കുണ്ട്, ശരണ്യക്കുണ്ട്. ഞാനൊന്ന് അവളെ പോയി കണ്ടാൽ അവൾക്കതൊരു വലിയൊരു ആശ്വാസം തന്നെ ആകുമെന്ന് പറഞ്ഞപ്പം നീ ധൈര്യമായിട്ട് പൊക്കോടി, ഞാൻ ചുമ്മാ കളിതമാശയ്ക്ക് പറഞ്ഞല്ലേ, നീ ഊര് തെണ്ടുകയോ നീ എവിടെയെങ്കിലും പോയാലും എന്താ മോളെ, എനിക്ക് എന്ത് പ്രശ്നമുള്ളത്? നീ പോകുന്നത് എന്തിനാണെന്നും നീ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നീ അലീനയ്ക്കൊരു താങ്ങും തണലും, അലീനയ്ക്കല്ല സോറി, ശരണ്യയ്ക്കൊരു താങ്ങും തണലും ആകാനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാം എനിക്ക്. അപ്പം അതുകൊണ്ട് നീ പൊക്കോ, കുഴപ്പമില്ല മോളെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അലീന നേരെ പോവുകയാണ് ശരണ്യയുടെ വീട്ടിലേക്ക്. അങ്ങനെ ശരണ്യയുടെ എന്നെ കണ്ണാടിപ്പാടം കോളനി അങ്ങോട്ടേക്കാണ് നമ്മുടെ അലീന പോകുന്നത്. അവിടെ ചെന്ന് അലീന മുറ്റത്ത് വന്നതും നമ്മുടെ ശരണ്യ അവിടെ പഠിച്ചോണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഓടി വന്നിട്ട്, ആഹാ എടി കള്ളി, നീ എന്നെ പറ്റിച്ചിട്ട് മുങ്ങിയതായിരുന്നല്ലേടി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഞാൻ ആരെയും പറ്റിച്ചിട്ട് മുങ്ങിയിട്ടൊന്നുമില്ല. എനിക്കറിയാം. എത്ര ദിവസമായി അലീന ചേച്ചി എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട്? അലീന ചേച്ചിക്ക് എന്നെ കാണാൻ കൊതിയൊന്നുമില്ലേ? എനിക്ക് എത്രമാത്രം കൊതിയായിരുന്നെന്ന് അറിയാമോ അലീന ചേച്ചിനെ കാണാനായിട്ട്? ഓ, അത്രയ്ക്ക് കൊതി മോൾക്കുണ്ടോ? ആ, എനിക്ക് അത്രയ്ക്ക് കൊതി ഉണ്ടായിരുന്നു. വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്തിനാ ഇപ്പൊ വന്നത്? ഇപ്പൊ വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നല്ലോ. ഫോൺ മാത്രം വിളിച്ചാൽ മതിയായിരുന്നല്ലോ. ആ, എനിക്കറിയാം അലീന ചേച്ചിക്ക് ഇപ്പം എന്നെ വേണ്ടാതായി. ഇപ്പൊ എന്നെ അലീന ചേച്ചിക്ക് ഇഷ്ടമല്ല. ശേ, എന്താടി പറയുന്നത്? ഓ, ഈ പെണ്ണിന് കൊഞ്ചാനൊന്നും അറിയത്തില്ല കേട്ടോ. ഇങ്ങനെയാണോ കൊഞ്ചുന്നത്? എനിക്ക് കൊഞ്ചാൻ അറിയത്തില്ല, എന്നെ കൊഞ്ചിപ്പിക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ അലീനെ ചുറ്റും നോക്കിയപ്പോഴത്തേക്ക് അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പൊ അലീന പറഞ്ഞു, അതെ, നമ്മൾ ഫ്രീ ആയിട്ടൊരു പടം കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അങ്ങനെ ഫ്രീ ആയിട്ട് പടം കാണിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് അകത്തേക്ക് പോകത്തില്ലേ? അതും ശരിയാ. അലീന ചേച്ചി, ഇത് എന്താ അലീന ചേച്ചി? അലീന ചേച്ചി വന്ന വിവരം ഇവിടെ ഉള്ളവരെല്ലാം എങ്ങനെ അറിഞ്ഞു? ആ, എനിക്കറിയില്ല മോളെ. എന്നാ ബാ, നമുക്ക് അകത്തേക്ക് കയറി പോകാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ശരണ്യയുടെ റൂമിലേക്ക് പോയി. അങ്ങനെ ശരണ്യനെ ആശ്വസിപ്പിക്കുകയാണ്. മോളെ, നീ ഒരിക്കലും വിഷമിക്കരുത്. ഞാൻ ഇടയ്ക്ക് നിന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞില്ലേ? എന്നും ചിലപ്പോൾ എല്ലാ ആഴ്ചയൊന്നും എനിക്ക് നിന്നെ കാണാൻ വരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ നിന്നെ കാണാൻ വന്നിരിക്കും. നീ പഠിക്കണം, പഠിത്തത്തിന് മാത്രം നീ പുറകോട്ട് നിൽക്കരുതെന്ന് പറയുമ്പം, അലീന ചേച്ചി, ഞാൻ പഠിക്കുന്നുണ്ട്. ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ്, പ്ലസ് വണ്ണിലൊക്കെ എനിക്ക് നല്ല മാർക്ക് കിട്ടുന്ന ടീച്ചർമാർ പറയുന്നത്. ആ, മോളുടെ വിജയം മോളെ, എൻ്റെ വിജയം. നീ പഠിക്കണം, നീ പഠിച്ച് വലിയ ആളാകണം. അല്ല അലീന ചേച്ചിക്ക് ആകുമ്പത്തെ ഒരു മാറ്റാണല്ലോ. അല്ല, അലീന ചേച്ചിയുടെ കഴുത്തിൽ സ്വർണ്ണമാലയും കയ്യിൽ സ്വർണ്ണവളയും സ്വർണ്ണ കമ്മലും ഒക്കെ ആണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊന്ന് മാറി പിടിക്കേണ്ടി വന്നു. ആ, അതെന്താ അലീന ചേച്ചി ഇങ്ങനെ? അലീന ചേച്ചിയുടെ കല്യാണം വല്ലതും കഴിഞ്ഞോ? ഏയ്, എൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞില്ല. പക്ഷേ കാത്തിരുന്ന് കാത്തിരുന്ന് എനിക്കൊരു നിധി കിട്ടി. നിധിയോ? എന്ത് നിധി? പപ്പ എന്ന നിധി. പപ്പ എന്ന നിധിയോ? അതിന് അലീന ചേച്ചിക്ക് പപ്പ ഇല്ലല്ലോ. ആര് പറഞ്ഞു എനിക്ക് പപ്പയില്ലെന്ന്? എനിക്ക് പപ്പയും ഉണ്ട്, അമ്മയും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ദൈവം ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് പറഞ്ഞു, ദേ നിക്ക് നിന്റെ പപ്പ, നീ ഇനി നിന്റെ പപ്പയുടെ കൂടെ ജീവിച്ചാൽ മതി എന്ന്. അങ്ങനെയാ ഞാൻ കൊളുത്തുപുഴയ്ക്ക് എൻ്റെ പപ്പയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി പോയത്. അല്ലാതെ ഞാൻ സെർവൻ്റ് ആയിട്ട് ഒരു വീട്ടിൽ നിൽക്കാനല്ല പോയത്. അയ്യോ, അലീന ചേച്ചി പറയുന്നത് കേൾക്കുമ്പോഴേ സത്യം പറയാലോ, എനിക്ക് ആശ്ചര്യം തോന്നുക. അലീന ചേച്ചിക്ക് പെട്ടെന്ന് ഒരു പപ്പ ഉണ്ടാവുക, ആ പപ്പയുടെ കൂടെ ജീവിക്കുക. അയ്യോ, ഇതൊക്കെ സിനിമാ കഥ പോലെയുണ്ടല്ലോ. ഇത് സിനിമാ കഥയൊന്നുമല്ല, ഇത് റിയൽ ആണ്. അലീനയുടെ റിയൽ സ്റ്റോറിയാണിത് എന്നൊക്കെ. ഏതായാലും ഇത് കേട്ടതും നമ്മുടെ ശരണ്യക്ക് ഒരുപാട് സന്തോഷമായി. അപ്പൊ അതിനിടയിൽ ശരണ്യയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, അലീനെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, ഫുഡ് കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരെ ഓമനക്കുട്ടനോട്, ഓമനക്കുട്ട നീ 2 മുട്ട മേടിച്ചിട്ട് വാ, വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ, മുട്ട മേടിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ഓമനക്കുട്ടനെ മുട്ട മേടിക്കാനൊക്കെ ആയിട്ട് പറഞ്ഞു വിടുകയാണ്. ഏതായാലും ഈ സമയത്ത് അലീന പറഞ്ഞു, ബാ നമുക്കൊന്ന് ചെറുതായിട്ട് നടന്നിട്ടൊക്കെ വരാം ശരണ്യ എന്ന് പറഞ്ഞ് അതിലേ കൂടെ നടക്കാനൊക്കെ നമ്മുടെ അലീനെ ശരണ്യയും കൂടെ പോവുകയാണ്. അപ്പൊ അതിനിടയിലാണ് നമ്മുടെ ഷാജി ചേട്ടന്റെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയതും. അപ്പം അലീന പറഞ്ഞു, ദേ ഞാൻ ഇവിടെ കയറിയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് നേരെ പോവുകയാണ്. അപ്പൊ അവിടെ ഷാജിയുടെ ഓട്ടം കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അലീനയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു ഷാജി അവിടെ ഉണ്ട് എന്ന്. അങ്ങനെ നേരെ അകത്ത് കയറി പോയി. അകത്ത് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഷാജി അവിടെ ഇരുന്ന് ചോറുണ്ണാണേ. അപ്പൊ ചോറുണ്ണുന്ന കണ്ട ഉടനെ അലീന പറഞ്ഞു, ഓയ് അറിയോന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് അലീനയെ കണ്ടു ഞെട്ടി. ഇത് അലീനയോ എന്ന് പെട്ടെന്ന് ചോറുണ്ടോണ്ടിരുന്ന നമ്മുടെ ഷാജി എണീക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അലീന പറഞ്ഞു, വേണ്ട, എണീക്കൊന്നും വേണ്ട, ചോറുണ്ടോണ്ടിരിക്കുമ്പം സ്വന്തം അച്ഛൻ വന്നാലും എണീക്കരുതെന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഷാജി ഭക്ഷണം കഴിക്കുന്നു. അപ്പോഴത്തേക്കും അവിടെ ഷാജിയുടെ പെങ്ങളും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അലീന ചോദിച്ചു, അതെ, ഇവിടെ ഈ ഒരു പ്ലേറ്റേ ഉള്ളോ, വേറെ പ്ലേറ്റ് ഒന്നും ഇല്ലേ, എനിക്ക് കുറച്ച് ചോറ് കഴിക്കാനായിട്ട്? അയ്യോ മോളെ, കൊച്ചിന് ചോറ് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തരാം എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി കഞ്ഞിക്കലത്തില് എന്താ പറയാ തവിയൊക്കെ ഇട്ട് ചോറൊക്കെ എടുത്ത്, കറികളൊക്കെ കുറവാണല്ലോ എൻ്റെ ഈശ്വര, ഈ പെങ്കൊച്ച് വരുമെന്ന് അറിയത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് വെപ്രാളത്തോടു കൂടി കറിയൊക്കെ നമ്മുടെ
ഷാജിയുടെ അമ്മയും പെങ്ങളും കൂടെ വിളമ്പാണ് കേട്ടോ. വിളമ്പി കൊടുത്തു. അപ്പോൾ അലീന പറഞ്ഞു എനിക്ക് ഇത്രയും ചോറ് വേണ്ട, കാരണം അപ്പുറത്ത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പിന്നെ ഇതൊരു ഓർമ്മ പുതുക്കൽ മാത്രം, അന്ന് വന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചില്ലേ, അപ്പൊ അതുകൊണ്ട് ഒരു ഓർമ്മ പുതുക്കൽ മാത്രമാണെന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം കൊണ്ട് പകുതി തിരിച്ചിടിപ്പിച്ചു. ഒരു ശകലം ചോറാണ് നമ്മുടെ അലീന കഴിക്കുന്നത്. എന്തായാലും ഈ സമയത്ത് ഷാജി ചോദിച്ചു, അല്ല അലീനെ എന്തു പറ്റി, നിന്റെ കല്യാണം വല്ലതും കഴിഞ്ഞോ? അതെന്താ ഷാജി ചേട്ടാ അങ്ങനെ ചോദിച്ചത്? അല്ല, നിന്നെ കണ്ടിട്ട് ആകെ മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടല്ലോ. ഓ, പെണ്ണുങ്ങളല്ലേ, എപ്പോഴും ഒരുപോലെ നടന്നാൽ മതിയോ, ഒരുങ്ങിയൊക്കെ നടക്കണ്ടേ? അതുകൊണ്ട് ഞാൻ കുറച്ച് കമ്മലും വളയും മാലയൊക്കെ മേടിച്ചങ്ങ് ഇട്ടു, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം, ആ അല്ല, ഞാൻ ഓർത്ത് നിന്റെ കല്യാണം കഴിഞ്ഞെന്ന്. അല്ല, ഷായി ചേട്ടൻ എന്റെ കല്യാണത്തിന് ഞാൻ വിളിക്കാതിരിക്കുവോ? ഷായി ചേട്ടനല്ലേ എനിക്ക് എന്റെ ഈ ജീവിതം തിരിച്ചു തന്നത്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ആരാ? ഷായി ചേട്ടനല്ലേ. അപ്പം ഷായി ചേട്ടനെ ഞാൻ കല്യാണം വിളിക്കാതിരിക്കുവോ? പിന്നെ ദേ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് ഷായി ചേട്ടന്റെ പെങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഇതെന്തിനാ? ഇതൊരു ചുരിദാറാ. ഓ, പകരത്തിന് പകരമാ. അന്ന് മേടിച്ച ചുരിദാറിന്റെ പകരമാണോ എന്ന് ചോദിച്ചപ്പോ, അന്ന് മേടിച്ച ചുരിദാർ ഞാൻ തിരിച്ചു കൊണ്ട് കൊടുത്തായിരുന്നല്ലോ. ഇത് വേറെ ചുരിദാറാണ്, ഇതെന്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ആണ്, ഇത് ഞാനേ അവൾക്ക് മേടിച്ചാന്ന് പറഞ്ഞ് ആ കയ്യിലേക്ക് വെച്ച് കൊടുക്കാണ് കേട്ടോ. ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി അലീന ഷാജിയോടും ഷാജിയുടെ അമ്മയോടും പെങ്ങളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ശരണയുമായി ചുറ്റിക്കറങ്ങുകയും ആ പരിസരം മുഴുവൻ വാച്ച് ചെയ്യുകയും അമ്പലത്തിൽ പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് തിരികെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടു കൂടി നമ്മുടെ ശരണ്യോട് യാത്ര പറഞ്ഞ് അലീന നേരെ പോവുകയാണ് വീണ്ടും കൈതക്കലല്ലോ, നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് കേട്ടോ. ഏതായാലും ഡിവോഴ്സിന്റെ കാര്യം അതിവേഗം നീങ്ങുന്നുണ്ട്. അപ്പം ആ കഥയുമായിട്ട് ഇനി നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ ഇതിൽ ഇടുന്നത് എന്നും അപ്കമിങ് വിശേഷങ്ങൾ മാത്രമാണ്. എന്നും ഒരു 1:45 കൂടി നമ്മൾ അപ്കമിങ് വിശേഷം ചെയ്യുന്നുണ്ടേ. അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പലരും കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ പേരും കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ അലേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അപ്പം തന്നെ വരാം. അപ്പം തന്നെ നിങ്ങൾക്ക് ആ വീഡിയോസ് കയറി കാണുകയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പോവുകയാണേ, വേറെ വീഡിയോ ആയിട്ട് വരാം നാളെ നമുക്ക് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട.